ഹലോ. നമ്മളിപ്പോൾ മരുഭൂമിയിലൂടെ ഉള്ളൊരു യാത്രയാണ്. മരുഭൂമിയിലൂടെ നമ്മൾ പോകുന്നത് എന്തിനാണെന്ന് വിചാരിച്ചാൽ ഒട്ടകങ്ങളെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. ഒട്ടകങ്ങളെ എല്ലാവർക്കും അറിയാം, ഒരുവിധ ആളുകളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും, അതിനെക്കുറിച്ചൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരിക്കും. എങ്കിലും നമുക്ക് എന്താണ് ഒട്ടകത്തിനെ കുറിച്ചിട്ടുള്ളത് എന്ന് കുറച്ചും കൂടി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്ന് അറിയാത്തവർക്ക് കൂടുതൽ മനസ്സിലാക്കാനും അറിഞ്ഞവർക്ക് കൂടുതൽ കൂടുതൽ എന്തെങ്കിലും പുതുതായിട്ട് കേൾക്കാനും ഒക്കെ സാധിക്കും എന്ന് വിശ്വസിക്കുന്നു. എന്തായാലും ഞാൻ ആ വീഡിയോയിലേക്ക് നമുക്ക് പോകാം. നമ്മൾ മരുഭൂമിയിലേക്ക് കൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒട്ടകങ്ങളെ കാണുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ ഞാൻ ഒട്ടകത്തിനെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയ വിവരങ്ങൾ ഇതിൽ നൽകുകയാണ്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒട്ടകത്തിനെ കാണാൻ പോകുന്ന കൂട്ടത്തിൽ അവിടെ ഒട്ടക റേസ് നടക്കുന്നൊരു സ്ഥലം ഉണ്ട്. അപ്പോൾ അവിടേക്ക് ഇതിനു വേണ്ടി പ്രാക്ടീസും അതിന് ട്രെയിനിങ് കൊടുക്കുന്ന ആളുകളാണ് അവരെ ഇതിനെ കൊണ്ടുപോകുന്നത്. ഇങ്ങനെ നമ്മളവിടെ ചെല്ലുമ്പോൾ ഇങ്ങനെ കുറേ ബാച്ചുകൾ ഇങ്ങനെ പോകുന്നുണ്ടാവും. അവർ ആ യൂണിഫോം പോലെയൊക്കെ ഇട്ടിട്ട് അവരുടെ ഒട്ടകത്തിനെ മേച്ച് കൊണ്ടുപോകുന്ന ആൾ നല്ല ഇങ്ങനെ സ്പീഡിൽ ഇങ്ങനെ ഇതുപോലത്തെ ചെറിയ ചെറിയ ബാച്ചുകൾ ഇങ്ങനെ പോകുന്നത് കാണാം. അപ്പോൾ നമ്മളവിടെ ചെന്നപ്പോൾ കണ്ടപ്പോൾ ആ ഭാഗം നമ്മൾ ഷൂട്ട് ചെയ്തതാണ്. ഇനി നമ്മൾ ശരിക്കുള്ള ഒറിജിനൽ ഒട്ടകത്തിനെയും ഒട്ടകത്തിൻ്റെ അവർ വളർത്തുന്ന സ്ഥലത്ത് പോയിട്ട് നമ്മൾ അവരെ കാണുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ഇതിലേക്ക് കിടക്കുകയാണ്. അതായത് ഒട്ടകം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ പറയും, ഏത് വെയിലത്തും ഒരു കൂസലും ഇല്ലാണ്ട് നടക്കുന്ന മനുഷ്യരെ കാണുമ്പോൾ നമ്മൾ ചോദിക്കും, ഇവരെന്താ ഒട്ടകമാണോ എന്ന് ചോദിക്കും. അതിനെന്താ കാരണം എന്ന് വെച്ചാൽ മറ്റാർക്കും ജീവിക്കാൻ പറ്റാത്ത, മറ്റുള്ളവർക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു പ്രത്യേകതരം ജീവിയാണ് ഈ ഒട്ടകം എന്ന് പറഞ്ഞാൽ. കാരണം അതിൻ്റെ പ്രത്യേകത കൊണ്ടാണ് അതിനെ അങ്ങനെ പറയണത്. ഒട്ടകത്തെ എങ്ങനെ വിളിക്കണത് നമ്മൾ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? ഏത് വെയിലത്തും കൂസില്ലാണ്ട് നടക്കണം. അതിൻ്റെ കാരണം വെച്ചാൽ അതിന് ചില കാരണങ്ങളുണ്ട്. ഏത് ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിലും ജീവിക്കാൻ അനുസൃതമായ ചില പ്രത്യേക ശാരീരിക സവിശേഷതകൾ ഒട്ടകങ്ങൾക്കുണ്ട്. ഒട്ടകങ്ങൾ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു അദ്വിതീയമായിട്ട് കാണപ്പെടുന്ന സൃഷ്ടികളാണ്. അവയുടെ പുറത്തുള്ള കൂനുകൾ കാരണം എളുപ്പത്തിൽ തിരിച്ചറിയാൻ കഴിയും. ആഫ്രിക്കയിലെയും ഏഷ്യയിലെയും മരുഭൂമിയിലാണ് അവർ താമസിക്കുന്നത്. രണ്ട് തരം ഒട്ടകങ്ങളുണ്ട്. ഒന്ന് പുറത്തൊരു കൂനുള്ള ഡ്രോമെഡറി എന്നൊരു വിഭാഗവും, രണ്ടാമത്തേത് രണ്ട് കൂനുകളുള്ള ബാക്ട്രിയൻ എന്ന വിഭാഗവും ഉണ്ട്. അവയുടെ ശരീരത്തിൽ കട്ടിയുള്ള രോമങ്ങളാണ് ആദ്യത്തെ പ്രത്യേകത. പിന്നെ ചുട്ടുപൊള്ളുന്ന ചൂടിൽ നിന്നും മരം കോച്ചുന്ന തണുപ്പിൽ നിന്നും ശരീരത്തെ കാത്ത് സംരക്ഷിക്കുന്നത് ഈ രോമങ്ങളാണ്. ഇതിന് പുറമെ വയറിൻ്റെ ഭാഗത്തും കാൽമുട്ടിലും ഒക്കെ ഉള്ള കട്ടിയേറിയ മാംസഭാഗം നിലത്തെ ചൂടിനെ തടയുന്നു. അതിനാൽ എത്ര ചൂടേറിയ മണലിലും ഇവകൾക്ക് ബുദ്ധിമുട്ടില്ലാണ്ട് സഞ്ചരിക്കാൻ പറ്റും. ഒട്ടകങ്ങളുടെ ശരീരത്തിൻ്റെ താപനില എന്ന് പറഞ്ഞാൽ 34 ഡിഗ്രി മുതൽ 41 ഡിഗ്രി സെൽഷ്യസ് വരെയാണ്. 41 ഡിഗ്രി സെൽഷ്യസിൽ താപനില ഉയരുമ്പോൾ ഒട്ടകങ്ങൾ വിയർക്കാൻ തുടങ്ങും. ഒട്ടകങ്ങൾ മരുഭൂമിയിലെ ജീവിതവുമായി പ്രത്യേകമായിട്ട് പൊരുത്തപ്പെടുന്നു. അവരുടെ കണ്ണുകൾക്ക് 3 കൺപോളകളും 2 വരികളുള്ള കൺപീലികളുമുണ്ട്. ഒട്ടകത്തിൻ്റെ ചെവികളിൽ രോമമാണുള്ളത്. ഈ രോമങ്ങൾ മണലും പൊടിയും ചെവിക്കുള്ളിൽ പ്രവേശിക്കുന്നത് തടഞ്ഞു നിർത്തുന്നു. ചെവിക്കും കണ്ണിനും പുറമെ മൂക്കിലൂടെ മണൽ പ്രവേശിക്കുന്നത് തടയാൻ മൂക്കിൻ്റെ മുൻപിലുള്ള 2 ദ്വാരങ്ങൾ തൊലികൊണ്ട് അടച്ച് അവരുടെ മൂക്കിനുള്ളിൽ മണൽ പ്രവേശിക്കുന്നത് തടയാൻ സാധിക്കും. ഒട്ടകത്തിൻ്റെ പുറത്തെ കൂനാണ് മറ്റൊരു പ്രത്യേകത. വെള്ളവും ഭക്ഷണവും കഴിക്കാതെ ദിവസങ്ങളോളം മരുഭൂമിയിൽ കഴിയാൻ ഇവയെ സഹായിക്കുന്നത് ഈ പ്രത്യേകതയാണ്. അപ്പോൾ ഈ കൂനിൽ നിറയെ വെള്ളമാണെന്നാണ് ഒരുപാട് പേര് വിശ്വസിക്കുന്നത്. ശരിക്കും ഈ കൂനിലുള്ളത് മാംസക്കലകളാണ്. ശരീരത്തിന് ആവശ്യമുള്ള സമയത്ത് ജലമായും ഊർജ്ജമായും മാറാൻ കഴിയുന്ന കലകളാണിത്. ഇവയുടെ സാന്നിധ്യമുള്ളത് കൊണ്ട് തന്നെ ഭക്ഷണവും വെള്ളവും ഇല്ലാതെ 6 മാസം വരെ ഒട്ടകങ്ങൾക്ക് ജീവിക്കാം. ഒട്ടകത്തിന് ഭക്ഷണവും വെള്ളവും ഇല്ലാതെ വളരെ കാലം ജീവിക്കാൻ കഴിയും. മിക്ക സസ്തനികൾക്കും 15% വെള്ളം നഷ്ടപ്പെട്ടാൽ മരിക്കും. നിർണായക ജലനഷ്ടത്തെ നിർജലീകരണം എന്ന് വിളിക്കുന്നു. പക്ഷേ നിർജലീകരണം കൂടാതെ ഒട്ടകത്തിന് 20-25% വെള്ളം നഷ്ടപ്പെടും. വെറും 13 മിനിറ്റ് കൊണ്ട് 113 ലിറ്റർ വെള്ളം കുടിക്കാൻ കഴിയുന്ന ജീവിയാണ് ഒട്ടകം. ഈ വെള്ളം മുതുകിലെ മാംസകലകളുടെ രൂപത്തിൽ ശേഖരിച്ച് വെക്കും. ആവശ്യം വരുമ്പോൾ അത് ഉപയോഗിക്കും. നീളമുള്ള കഴുത്തുള്ളതിനാൽ ഉയരത്തിലുള്ള മരങ്ങളിൽ നിന്ന് ഇലകൾ കഴിക്കാൻ ഇവയ്ക്ക് സാധിക്കുന്നു. ഒട്ടകത്തിൻ്റെ പാലിൽ ഇരുമ്പ്, വിറ്റാമിനുകൾ, ധാതുക്കൾ എന്നിവ അടങ്ങിയിട്ടുണ്ട്. ഇത് പശുവിൻ പാലിനേക്കാൾ ആരോഗ്യകരമാണ്. കാരണം ഒട്ടകപ്പാലിൽ കൊഴുപ്പ് കുറവാണ്. വെള്ളവും ഭക്ഷണവും ഇല്ലാതെ വളരെ ദൂരം സഞ്ചരിക്കാനുള്ള കഴിവ് കാരണം പണ്ടത്തെ നിരവധി യുദ്ധങ്ങളിൽ, പ്രത്യേകിച്ച് മരുഭൂമിയിൽ, ഒട്ടകങ്ങളെ ഉപയോഗിച്ചിരുന്നു. കാരണം അവയ്ക്ക് സാധനങ്ങൾ കൊണ്ടുപോകാൻ കഴിയും. കൂടാതെ ഒട്ടകങ്ങൾക്ക് മണിക്കൂറിൽ 40 മൈൽ വേഗതയിൽ ഓടിക്കാനും കഴിയും. ഒട്ടകങ്ങളെ പ്രകോപിപ്പിക്കുമ്പോൾ വയറ്റിൽ നിന്ന് പച്ച കലർന്ന പദാർത്ഥം തുപ്പുന്നു. സ്വയം പ്രതിരോധത്തിൽ എതിരാളിയെ ചവിട്ടാൻ ഒട്ടകങ്ങൾക്ക് 4 കാലുകൾ ഉപയോഗിക്കുന്നു. ഭക്ഷണ ലഭ്യതയെ ആശ്രയിച്ച് ഒട്ടകങ്ങളുടെ ഗർഭകാലം ഇത് 9-14 മാസം വരെ നീണ്ടു നിൽക്കും. ഒട്ടകങ്ങൾക്ക് കുട്ടി ജനിച്ചാൽ കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞാൽ തന്നെ ഓടാൻ കഴിയും. പണ്ടുകാലം മുതൽ ഇവയെ മനുഷ്യർ പല ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ച് പോന്നിരുന്നു. പ്രധാനമായും രോമം, പാല്, മാംസം തുടങ്ങിയവയ്ക്കും
മരുഭൂമിയിലെ യാത്രകൾക്കുമാണ് ഇവയെ കൂടുതൽ ഉപയോഗിക്കുന്നത്. 40-50 വർഷം വരെയാണ് ഇവയുടെ ആയുസ്. ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ഇതിലും കൂടുതലൊക്കെ അറിയുന്ന ആളുകൾ ഉണ്ടായിരിക്കും, എങ്കിലും നമുക്ക് ഒട്ടകങ്ങളെക്കുറിച്ച് അറിയാവുന്ന കാര്യങ്ങൾ നമ്മളിതിൽ പറഞ്ഞു. എന്തായാലും നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കണോ. ഓക്കെ.